കൈകൾ നഷ്ടമായവർക്ക് യന്ത്രക്കൈ നിർമ്മിച്ച് കൈത്താങ്ങാവുകയാണ് ഒരു യുവ സംരംഭകൻ. തിരുവനന്തപുരം കോവളത്തെ ബെൻഡിക്റ്റ ബയോണിക്സ് സ്റ്റാർട്ടപ്പ് ഉടമ റോവറാണ് ഏഞ്ചൽ ഹാൻഡ് എന്ന നൂതന ആശയത്തിന് പിന്നിൽ. 13-ാം വയസ്സിൽ കണ്ട അയൺമാൻ സിനിമയാണ് റോവറിന്റെ കണ്ടുപിടുത്തത്തിന് പ്രചോദനമായത്. കൈയുള്ളവർക്ക് കൈയുടെ വില അറിയില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ജന്മനാ കൈയില്ലാത്തവർക്കും കൈകൾ നഷ്ടപ്പെട്ടവർക്കും അതൊരു തീരാ ദുഃഖമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് റോവറിന്റെ ഈ യന്ത്രക്കൈ. കൈകളില്ലാതെ പിറന്ന വിഷ്ണുവിന് പുതിയ കൂട്ടിന്റെ സന്തോഷമുണ്ട്. സാങ്കേതിക വിദ്യ സമ്മാനിച്ച കരുതലിൽ പുതിയ ലക്ഷ്യങ്ങളെ എത്തിപ്പിടിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു അസിസ്റ്റീവ് ആയിട്ടുള്ള ഹെൽപ്പ് ഇത് നന്നായിട്ട് തരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഡോർ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു കയ്യിൽ നമ്മൾ അതിൽ ഗ്രാബ് ചെയ്ത സാധനം ഉള്ളപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒന്ന് സപ്പോർട്ടീവ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഹെവി യൂസ് അല്ല, എന്നാലും ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് തന്നെയാണിത്. റോബോട്ടിക് കൈ ഘടിപ്പിക്കാൻ ആദ്യം കൈയുടെ അളവും ഭാരവും എടുക്കും. ഓരോരുത്തർക്കും അനുയോജ്യമാകും വിധമാണ് നിർമ്മാണം. ഇപ്പോൾ ഒരു കസ്റ്റമർ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഒരു ഓർഡർ തരുവാണ്. അപ്പം അവരുടെ മിച്ചമുള്ള കൈയുടെ അളവെടുത്തിട്ട് അതിനുള്ള മോൾഡെല്ലാം എടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഈ കൈയുടെ ഡിസൈനും കാര്യങ്ങളെല്ലാം ബാംഗ്ലൂരിലുള്ള ഒരു കമ്പനിയുണ്ട്, അവർക്ക് കൊടുക്കും ഔട്ടർ പാർട്സിൻ്റെ. അപ്പോൾ അവരത് നൈലോണിൽ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് ഷിപ്പ് ചെയ്ത് തരും. പിന്നെ ഇതിൻ്റെ PCB ആണെങ്കിലും നമ്മൾ പുറത്താണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ഡിസൈൻ നമ്മൾ കൊടുക്കും, അവർ PCB തരും, നമ്മളതെല്ലാം അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ ഓരോ വിരലിനും ഓരോ മോട്ടറും എല്ലാം ഉണ്ട്. അപ്പോൾ മൾട്ടി ഗ്രിപ്പാണ്. ഈ വർഷം കൊച്ചിയിൽ നടന്ന റോബോട്ടിക് കോൺക്ലേവിൽ മികച്ച 6 സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായി ഏഞ്ചൽ ഹാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. ഏഞ്ചൽ ഹാൻഡ് പ്രതീക്ഷയുടെ അത്ഭുതമാണ്. സാങ്കേതിക വിദ്യയുടെയും പ്രചോദനത്തിന്റെയും സംഗമം കൂടി. ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം ഷിബിന വാസുദേവൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. തത്സമയം ജിബിൻ JB ചേർന്നു. ജിബിൻ, നമസ്കാരം. ഈ റിപ്പോർട്ടിൽ നമ്മൾ ആ സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഓർത്തു പോവും. നമ്മളും സിനിമകൾ കാണാറുണ്ട്, നമ്മളിൽ പലരും കാണാറുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു ചിന്തയും നമുക്ക് ആർക്കും പോയില്ല. ഒരുപാട് സഹായകമാവുന്ന രീതിയിൽ ഇത്തരത്തിലൊരു ചിന്ത പോയ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സല്യൂട്ട്. മൂത്തി, ആദ്യമായി തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സ്റ്റോറി ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മീഡിയ സ്കൂളിൽ നിന്ന് ഇവിടെ ഇന്റേൺഷിപ്പിനായി എത്തിയ ഷിബിന വാസുദേവൻ എന്ന് പറയുന്ന കുട്ടി വളരെ കുറച്ച് സമയം കൊണ്ട് കണ്ടെത്തി ചെയ്ത ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നേരത്തെ മൂത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളും കുട്ടിക്കാലത്ത് മാത്രമല്ല ഇന്നും പല സിനിമകളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതിൽ പല കാര്യങ്ങളും നമുക്ക് പ്രചോദനമാകാറുണ്ടെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇത്തരമുള്ള ഒരു പ്രവർത്തനമൊന്നും തന്നെ വളരെയധികം ആൾക്കാരൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഈ ശരിക്കും പറയാം, അതായത് ഈ യുവ സംരംഭൻ്റെ കണ്ടെത്തലായിട്ടുള്ള ഈ ഏഞ്ചൽസ് ഹാൻഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തന്നെ ഒരു മാലാഖയുടെ കരങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ജന്മന ഇരു കൈകളുമില്ലാതെ ജനിച്ചവരും അതുപോലെ തന്നെ അപകടത്തിൽ കൈകൾ നഷ്ടമായവർക്കൊക്കെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഏഞ്ചൽസ് ഹാൻഡ് എന്ന് പറയുന്നത്. അതായത് സ്വന്തം കാര്യം ഇത്രയും കാലത്ത്, അതായത് ജന്മന ഇരു കൈകളില്ലാതെ ജനിച്ചവർക്ക് ഇത്രയും കാലം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾ ഇനി മുന്നോട്ടുള്ള കാലത്ത് അവർക്ക് സ്വന്തമായി തന്നെ ചെയ്യാനാകുമെന്നുള്ളതാണ് വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. സ്വന്തമായി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാനാണെങ്കിലും സ്വന്തം വസ്ത്രങ്ങൾ ധരിക്കാനാണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇനി മറ്റാരുടെ സഹായം കൂടാതെ ഇവർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ പറയുന്നത് അയൺമാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ, ഈ റോവർ എന്ന് പറയുന്ന യുവ സംരംഭകൻ തൻ്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു സിനിമ കാണുന്നത്. അന്ന് മുതലുള്ള ഇയാളുടെ പ്രചോദനമാണ്, അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ എന്താവണം എന്നുള്ളൊരാഗ്രഹത്തിന് അന്ന് മുതൽ തന്നെ അയാൾക്കൊരു ഉത്തരമുണ്ടായിരുന്നു, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം. അതാണ് ഈ അയൺമാൻ സിനിമയിൽ അദ്ദേഹം കണ്ട ഈ ഒരു യാന്ത്രിക കൈ എന്ന് പറയുന്നത് അയാൾ 8ാം ക്ലാസ്സിൽ കണ്ട ഒരു സ്വപ്നമാണ് ഇത്രയും കാലത്തിന് ശേഷം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി അയാൾ 2021 അയാൾക്കുണ്ടായിരുന്ന ജോലി പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ആശയത്തിലേക്ക് വന്നതും ഈ ഒരു നിർമ്മാണത്തിലേക്ക് വന്നത്. എന്തായാലും ഈ വിഷ്ണുവിനെ പോലെ തന്നെ ഒട്ടനവധി ആൾക്കാർക്ക് ഈ ഒരു യാന്ത്രിക കൈ ഉപയോഗപ്പെടുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മോദി, തീർച്ചയായിട്ടും ജിബിൻ.